പിന്നെ ഈ ഇങ്ങനെയുള്ള പൂക്കൂടകൾ പൂക്കൂടയായിട്ട് പനയോലയിൽ ഉണ്ടാക്കുന്ന നല്ല നല്ല കുടം. അപ്പൊ അതിനൊക്കെ ഉപയോഗിക്കാവുന്ന സാധനങ്ങൾ. അപ്പൊ ഇത് ഇങ്ങനെ എന്തെല്ലാം ഇതൊക്കെ ഇത് പൂക്കൂട, മറ്റേ പൂവേവലി. പെൺകുട്ടികൾ ഓണത്തിന് പൂ പറിക്കാൻ പോകുന്നതും ക്ഷേത്രത്തിൽ പോകുമ്പോഴും ഒക്കെ ഉപയോഗിക്കാനുള്ള പൂക്കൂട. ഇതെല്ലാം പിന്നെ ഇത് നമ്മളെ പിള്ളേര് പൂ വെച്ച് ഡാൻസ് ഒക്കെ കളിക്കുന്നത്, നാടോടി നൃത്തത്തിൽ ഉപയോഗിക്കുന്നത്. ഹായ്, നമസ്കാരം. നമ്മളിപ്പോൾ പൂവാറിലാണ്. പൂവാറിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തപ്പോൾ നാടൻ ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽക്കപ്പെടുമെന്ന് പറഞ്ഞിട്ട് കുറേ കൊട്ട, വട്ടി, ചട്ടി, ഇങ്ങനെ കുറേ സാധനങ്ങൾ. അപ്പോൾ ഇത് എന്താണ് ഇങ്ങനെ ഒരു പ്രത്യേകത? ഇങ്ങനെ ഇവിടെ എന്തൊക്കെ സാധനങ്ങളാണുള്ളത്? ഇത് എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്? ഇതൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ നമ്മുടെ വീടുകളിൽ ഉപയോഗിച്ചിരുന്ന കുറേ ഉൽപ്പന്നങ്ങൾ ഞാനിവിടെ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഷോപ്പിൻ്റെ ഉടമ റോബിൻ, ഹായ്, നമസ്കാരം. എൻ്റെ പേര് രഞ്ജിത്ത്. ഞാൻ ഈ യാത്ര ചെയ്യുന്ന കൂട്ടത്തില് ഈ കാണുന്ന വ്യത്യസ്തമായ കാര്യങ്ങൾ, വിശേഷങ്ങളൊക്കെ ഇങ്ങനെ കേരള കോളിംഗ് എന്ന പേരിൽ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഇത് കണ്ടത്. ഇത് നമ്മുടെ ഇപ്പൊ സ്റ്റീലൊക്കെ അല്ലേ ഉപയോഗിക്കുന്നത്. ഇത് പഴയ കാലത്ത് ചിരട്ടയിലും കമുകിന്റെ കമ്പാണ്. കമുകിന്റെ ചീകി ഒതുക്കിയ അതാണ് ചിരട്ടയില്. ഇതാണ് പഴയ ഈ തവി കൊണ്ടാണ് മുമ്പ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ അത് പ്ലാസ്റ്റിക്കും സ്റ്റീലും പല സാധനങ്ങളിലേക്ക് മാറി. ഇത് അരിവട്ടി. ഇത് അരി വാർത്ത്, നമുക്ക് അരി വാർത്ത് വെള്ളം തോരാൻ വേണ്ടി അരിയും ചോറും വാർത്ത് വെക്കാം. ചോറും ഇതിനകത്ത് വാർത്ത് വെക്കാറുണ്ട്. വലിയ കല്യാണ വീടുകളിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ വട്ടിയിൽ ഇങ്ങനെ ഇതിനകത്ത് ചോറ് വരച്ച് വെള്ളം ഉയർന്നു പോകും. അരി വാർത്ത് വെക്കാന്ന് പറയും. ചോറും വാർത്ത് വെക്കുന്നത് ഇതിനകത്താണ്. അത് മുമ്പ് ഉപയോഗിച്ചിരുന്ന സാധനമാണ്. പിന്നെ ഇത് ഇതെന്താണ്? ഇത് അടപ്പ് പോലെ ഇരിക്കുന്നത്. ഇത് അതാണ് ചോറ്റിലാമി. ചോറ് നമ്മൾ വടിച്ച് വെള്ളം വാർത്ത് കളയുന്നത്. ശേഷം ചോറ്. അത് തന്നെ. ഇത് പിന്നെ മുമ്പ് മൺപാത്രങ്ങളിലാണ് ചോറ് വെച്ചത്. ഇപ്പൊ ഹോളുള്ള അലുമിനിയം ഇതുണ്ട്, അതിൽ വെച്ചാണ് വടിക്കുന്നത്. ഇപ്പൊ പണ്ട് ഇത് വെച്ച് വാർത്ത് കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ? ഇത് വള്ളികളിലൊക്കെ ഉണ്ടാക്കുന്നതാ. ഇത് പനമ്പായിൽ കിടക്കുന്നത് വാദത്തിനൊക്കെ നല്ലതാണ്. അത് ഒരു ഔഷധ ഗുണമുള്ളതാണ് അത്. പിന്നെ ഈ പനമ്പായ ഈ സാധനങ്ങളൊക്കെ വെയിലത്തിട്ട് ഉണക്കാനൊക്കെ ഉപയോഗിക്കും. ഉണക്കും, കൊപ്ര ഉണക്കും, എല്ലാത്തിനും ഉപയോഗിക്കും. പക്ഷെ പണ്ട് ഉള്ളവർ ഉറങ്ങുന്നത് ഇതിലാണ്, പനമ്പായിലാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. പഴയ മെത്തയാണ് പണ്ടത്തെ. എല്ലാവർക്കും ഇതുവല്ലോ അറിയാം. ബേബി ബെഡിൽ കിടന്നുറങ്ങുന്നത്. പക്ഷെ ഇതില് കിടന്ന ഒരു അസുഖങ്ങൾ വരില്ല. ഇതെന്താണ്? ഇത് നമ്മുടെ നിസ്കാരത്തിനൊക്കെ വെക്കുന്ന, അത് പനയോലയിലെ തൊപ്പിയാണ്. അത് പനയോലയിലും ആ തൊപ്പി ഉണ്ടാക്കാം. അല്ല, അത് പിന്നെ നമ്മുടെ ടൂറിസ്റ്റുകൾ വെക്കുന്ന സാധനങ്ങൾ. ഇത് നമ്മള് ഇതാണ്. ഇതിൽ 2 ഐറ്റം ഉണ്ട്. ഇത് മുറമാണ്. നമ്മൾ അരി പാറ്റാം, പതിരെല്ലാം കളയണത്. പിന്നെ ഈ നെല്ലിലെ പതിര് കളയാനായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തോണ്ടിരിക്കുമല്ലോ. അതില് വേറെ ഒരു ടൈപ്പ് ഉണ്ട്. ഇത് മുറം. അത് നമ്മുടെ പല മുറം. ചാണകം മെഴുകിയിട്ടുണ്ട്. ചാണകം മെഴുകി ചെയ്തെടുക്കണമെന്നാണ് അതിന്റെ ഒരു ഗുണം. ചാണകം മെഴുകി അന്നത്തെ നല്ല ചാണകമായിരുന്നു. ഇപ്പോഴും നല്ല ചാണകം. ഇതെന്താണ്? മറ്റേ ഇത് പാമ്പിനെ പിടിച്ചിടുന്നതാണോ? ഇല്ല, എന്തെങ്കിലും ഫ്രൂട്ട്സുകൾ വെക്കാൻ വേണ്ടി അടപ്പുണ്ട്. ലോക്കൊന്നും ഇല്ലെന്നേ. ഇല്ല. പിന്നെ നമ്മള് തേന്, നാടൻ ഒറിജിനൽ കുടംപുളി, ഒറിജിനൽ വാളംപുളി, ഒറിജിനൽ പനം കരിപ്പട്ടി, പതനി കാച്ചി എടുക്കുന്ന ഒറിജിനൽ കരിപ്പട്ടി. ഇതൊക്കെ നാട്ടുപുറത്താണ് ഒറിജിനൽ സാധനം. ഇത് തക്കാനി കുറുക്കി കാച്ചി ഉണ്ടാക്കുന്ന സാധനം. പനം കരിപ്പട്ടി. ഇതാണ് ഒറിജിനൽ ഔഷധ ഗുണമുള്ള. ഇത് ഒരു മായമൊന്നുമില്ല. ഇതില് ചീനിയൊക്കെ ചേർന്ന് വരും, പഞ്ചസാര. ഇത് എന്ത് വില വരും? ഇത് 480 കിലോയ്ക്ക് 480 രൂപ. അത്രയും വില? വിലയുണ്ട്. മറ്റേടത്തൊന്നും അത്രയും വിലയില്ല. അതൊക്കെ ഒത്തിരി ഇത് വരുന്നില്ല ഇവിടെ. ഞാൻ പോയി കൊണ്ടുവരുന്നതാണ്. ശരി.
അപ്പൊ ഇത്തരം സാധനങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി ഇവിടെ കൊണ്ടുവന്നു. നാട്ടിലെ പോലെ കുറച്ച് കത്തികളുണ്ട്. പിന്നെ ഈ ഇങ്ങനെയുള്ള പൂക്കൂടകൾ, പൂക്കൂടയായിട്ട് പനയോലയിലുണ്ടാക്കുന്ന നല്ല കുടം. അപ്പൊ അതിനൊക്കെ ഉപയോഗിക്കാവുന്ന സാധനങ്ങള്. അപ്പൊ ഇത് ഇങ്ങനെ എന്തെല്ലാം ഇത് പൂക്കൂട, പൂവേവലി, പെൺകുട്ടികൾ ഓണത്തിന് പൂ പറിക്കാൻ പോകുന്നതും ക്ഷേത്രത്തിൽ പോകുമ്പോഴും ഒക്കെ ഉപയോഗിക്കാനുള്ള പൂക്കൂട. ഇതെല്ലാം പിന്നെ ഇത് നമ്മളെ പിള്ളേര് പൂ വെച്ച് ഡാൻസ് ഒക്കെ കളിക്കുന്നത്, നാടോടി നൃത്തത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ എല്ലാം ഇത് കുറെ. പിന്നെ സ്വാഭാവികമായിട്ടുള്ള ഈ റൗണ്ട് ചെയറുണ്ട്, കസേരകൾ. അപ്പൊ ഇതെല്ലാം നാടൻ ഉൽപ്പന്നങ്ങൾ. അതായത് പ്രകൃതി ഇത് തുടങ്ങാനുള്ള ഒരു പ്രചോദനം എന്താണ്? ഇത്തരം ഒരു കച്ചവടം എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ സ്ഥലങ്ങളിൽ ഇല്ല, ഇതൊക്കെ ഒത്തിരി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അത് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് അവർക്ക് ഒരു തൊഴിൽ, നമുക്കൊരു ബിസിനസ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും കിട്ടുന്നതിനോടൊപ്പം ഇത് ചെയ്യുന്നവർക്ക് അവരുടെ ഒരു നിലനിൽപ്പിനും കൂടെ വേണ്ടി. അവർ തൊഴിൽ പഠിച്ചിട്ട് അവർക്ക് ഒരു വരുമാനം ഇല്ലാതെയൊക്കെ ഒത്തിരി പേര് വീട്ടിലിരിപ്പുണ്ട്. പഠിച്ചവരുണ്ട്, പരമ്പരാഗതമായിട്ട് ചെയ്യുന്നവരുണ്ട്. ഓരോരുത്തരുടെ കുലത്തൊഴിലാണല്ലോ. കുലത്തൊഴിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. പിന്നെ ഇതിനെ ഗവൺമെന്റ് ഇത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക കോഴ്സുകളായിട്ട് നടത്തിച്ച് പരിശീലനം കൊടുക്കുന്നുണ്ട്. ഇപ്പോഴെല്ലാം ഷീറ്റ് വീടും ടെറസ് വീടുമായി. പണ്ട് ഓല വീട്ടിന് ഓല മുടഞ്ഞിരുന്ന ആൾക്കാർക്ക് ഇപ്പം തൊഴിലുകളില്ല. അപ്പൊ അവർക്ക് നമ്മൾ ഇങ്ങനെയുള്ളത് ചെയ്യാൻ അവർക്കറിയാം, തൊഴിലറിയാം. ചെയ്ത് തരുമെങ്കിൽ നമ്മൾ അതിനുള്ള പൈസ കൊടുത്ത് കാശ് കൊടുത്ത് വാങ്ങിച്ച് ഇവിടെ കൊണ്ട് വയ്ക്കുക. ഇത് ഈ തരം ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നതിലൂടെ സമൂഹത്തിന്റെ ഒരു നല്ല കാര്യത്തിലേക്ക് കൂടെ പങ്കാളിയാകും കൂടെ ചെയ്യാണ്. കാരണം ഒരു വിഭാഗത്തിന്റെ ജീവിതമാർഗവും പിന്നെ ഒരു കരകൗശല വിദ്യ, ഹാൻഡ് മെയ്ഡ് ആയിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ഒരു കൈത്തൊഴിൽ, ഒരു കുലത്തൊഴിൽ നഷ്ടപ്പെടാതിരിക്കൽ, ഇതെല്ലാം അതിന്റെ ഒരു ഭാഗമാണ്. പിന്നെ കുറച്ച് ഹെൽത്തി ആയിരിക്കുക എന്നുള്ള കാര്യങ്ങളുണ്ട് അല്ലേ? അതിനകത്ത് ഒരു കെമിക്കലും ഇല്ലാതെ. ഇപ്പൊ നമ്മളെ എല്ലാ കെമിക്കൽ എന്ത് തൊട്ടാലും അതിനകത്ത് നമ്മളെ ഇത് ലഹരിയുടെ കാര്യമാണ്. അപ്പൊ ഒറിജിനൽ സാധനങ്ങൾ, ഒരു കെമിക്കലും ഇല്ലാത്ത ഉണ്ടാക്കുന്ന ഒത്തിരി നാടൻ സാധനങ്ങൾ നമ്മള് ഗ്രാമങ്ങളിലുണ്ട്. ഇവിടെ ചിരട്ടയിൽ ഉണ്ടാക്കിയ ചില കമ്മലുകൾ, പ്രകൃതിദത്തമായ ചിരട്ടയിൽ ഉണ്ടാക്കിയ ചില കമ്മലുകൾ. ഒരു സ്ലൈഡ് ഉണ്ട്, മാല, ലോക്കറ്റ് മാല, ചിരട്ടയിൽ ഉണ്ടാക്കിയ ലോക്കറ്റ് ഉണ്ട്. ഈ സംഭവങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ഇവിടെ ഉണ്ട്. അപ്പൊ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം നമ്മൾ പണം കൊടുത്ത് വാങ്ങിക്കുമ്പോൾ ഇതിന് പിന്നിൽ അധ്വാനിക്കുന്നവരെ കൂടെ മാനിക്കുകയാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള ഒരു ഉദ്ദേശം ഇതിന്റെ മുന്നിലുണ്ട്. ഷോപ്പ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂവാറിന്ന് ഇത് പുല്ലുവിള റോഡ്, വിഴിഞ്ഞം റോഡ്, പൂവാർ വിഴിഞ്ഞം റോഡിൽ, പൂവാർ ജംഗ്ഷനിൽ തന്നെ വിഴിഞ്ഞം റോഡിലേക്ക് കടക്കുമ്പോഴാണ് BS സ്റ്റോർ എന്നാണ് എൻ്റെ പേര്. നിങ്ങൾ ഇതുവഴി പാസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇത് എന്നെ കാണുന്നവർ ഓർമ്മയിൽ വച്ചാൽ ദയവായി ഇവിടെ കയറി എന്തെങ്കിലും ഒരു ഉൽപ്പന്നം വാങ്ങിക്കുന്നതോടെ നിങ്ങൾ ഒരു നാടിനെ നന്മ ചെയ്തു എന്ന് നമുക്ക് കരുതാം. ഈ കരിപ്പെട്ടി എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വളർന്നു വരുന്ന കൊച്ചു പിള്ളേർക്ക് കുറുക്ക് കാച്ചി കൊടുക്കാൻ നമ്മൾ ഈ കെമിക്കൽ കരിപ്പെട്ടികളാണ് ഈ കടകളിൽ വരുന്നത്. പക്ഷെ ഇത് ഒരു വിഷമില്ലാത്ത കരിപ്പെട്ടിയാണ്, പനം കരിപ്പെട്ടി. അവർക്ക് ഈ പിള്ളേർ വളർന്നു വരുന്ന കൊച്ചു പിള്ളേർക്ക് അവർക്ക് ഒറിജിനൽ തന്നെ കൊടുക്കണം. കാരണം ഇത് അതുകൊണ്ട് ഞാൻ ഇത് കളക്ട് ചെയ്ത് വെച്ചത്. ജനിക്കുന്ന ഉടനെ തന്നെ പിള്ളേർക്ക് ഈ രാസ വസ്തുക്കളല്ലേ കൊടുക്കുന്നത്. അപ്പൊ പിന്നെ അവർ രാസലഹരിയിലേക്ക് പോകാതിരിക്കുന്നത് എങ്ങനെയാണ്? ചെറുപ്പത്തിൽ ഇതൊക്കെ കഴിച്ചാണെന്ന് തോന്നുന്നു രാസലഹരിയിൽ അടിമപ്പെട്ടു പോകുന്ന കുട്ടികൾ. എന്തായാലും അങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവാതിരിക്കട്ടെ. ഈ എന്തായാലും ഇങ്ങനെ ഒരു ബിസിനസ്സിൽ നിന്നുള്ളതിനപ്പുറം അതിനകത്ത് ഒരു നന്മ കാണുന്നത് കൊണ്ട് ഞങ്ങളുടെ എല്ലാ നമ്മുടെ യാത്രക്കിടയിൽ ഇദ്ദേഹത്തിനെ പോലുള്ളവരെ കാണാൻ കഴിയുന്നു. ഇതൊക്കെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ദൗത്യം. ഞാൻ ചെയ്യുന്ന നന്മയും അത് തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്കും നന്മകൾ ഉണ്ടാവണം. നന്മകളുള്ളവർ ഇത് കണ്ട് ഇത് കൊള്ളാമെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം, സബ്സ്ക്രൈബ് ചെയ്യാൻ പ്രേരിപ്പിക്കണം. എങ്കിൽ മാത്രമേ മറ്റ് നന്മകൾ ചെയ്യാനായിട്ടുള്ള ആരോഗ്യം എനിക്കുണ്ടാവുകയുള്ളൂ. നടക്കണം.